32 വീക്സ് ആകുമ്പോൾ ഒന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സെർവിക്സ് ഷോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിവറി പ്ലാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടേക്കാണ് പോകുന്നത്. സീനൊന്ന് ലേബർ റൂമിൽ കയറി. ലേബർ റൂമിൽ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും വീഡിയോ ഇൻട്രോ ഇങ്ങനെ ഫസ്റ്റ് എടുത്തു വെക്കും, പിന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യൂല. അതുകൊണ്ട് ഇപ്പൊ കുറെ കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളെന്താ വീഡിയോ ചെയ്യാത്ത, ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പിന് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ കോലം കണ്ടിട്ട് കിട്ടുമെന്ന് വേണ്ട, എന്റെ മേക്കപ്പ് പ്രോഡക്റ്റ് എല്ലാം വണ്ടിയിലുണ്ട്, അതെല്ലാം ഞാൻ വണ്ടിയിൽ നിന്ന് ഇട്ടോളൂ. നമുക്ക് പിന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൗന്ദര്യം ഉള്ളതുകൊണ്ടാ. ഹസ്ബൻഡ് മിണ്ടാത്ത, ഹസ്ബൻഡ് കളി നോക്ക്. ഹസ്ബൻഡ് പനിയാ, നല്ല പനിയാ. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണ, സൂചി എടുക്കട്ടെ. 2 മരുന്നെല്ലാം കുടിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അവളെ ടീച്ചർ ചോദിക്കുന്നുണ്ട്. പറ ഹായ് ഗൈസ് വിളിച്ചു നോക്ക്. ഹായ് ഗൈസ്. ഇന്നിപ്പം ഇറങ്ങിയേക്കുന്നത് പിന്നെ ഓമശ്ശേരി ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിട്ടാണ്. ഇതുവരെ നമ്മുടെ നാട്ടിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം ഓമശ്ശേരി പോയിട്ടുണ്ടായിരുന്നില്ല, അന്നും വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എഡിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് ഇറക്കിക്കോട്ടെ, ഒരു കയ്യിൽ ഫോണും. അപ്പം നിങ്ങൾ ഞങ്ങൾ പോയി വണ്ടിക്ക് ഇരിക്കും. അപ്പം ഫസ്റ്റ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ വിചാരിച്ചില്ലെങ്കിൽ പിന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യലുണ്ടാവില്ല. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടിയിൽ നിന്ന് അല്ല, കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്താ പറയാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാനോ ഇടാനോ പറ്റുന്നൊരു ആരോഗ്യസ്ഥിതി അല്ലാത്തതുകൊണ്ട് ഇടാത്തതാണ്. അപ്പം ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ നിൽക്കാറുമില്ല, സമയമില്ല, മനസ്സിലാക്കി സമയം ഉണ്ടാവില്ല. ഫുൾ ഞാൻ റെസ്റ്റിലായതുകൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക. രാവിലെ എണീക്കുക, പല്ല് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, കിടക്കുക, വീണ്ടും ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, കിടക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാത്ത. പിന്നെ എല്ലാവരും മെസ്സേജെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവുക, ജനറൽ ചെക്കപ്പ് ആണ്. എന്താണ് മുന്നോട്ടേക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടി. 32 വീക്സ് ആകുമ്പോൾ ഒന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സെർവിക്സ് ഷോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിവറി പ്ലാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് പോകാം. ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ ഇറങ്ങി. റെമിസ്ക വണ്ടീൻ്റെ ഉള്ളിൽ എന്തെല്ലോ ചെറിയ പണി. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യാം. ഞാനിങ്ങനെ പൊതുവെ ചെയ്യലിട്ടാ. ഹോസ്പിറ്റൽ പോകുന്ന സമയത്തേലും ഭയങ്കര അസുഖ ഫീല് വരണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ നെക്കും അതുപോലെ തന്നെ ലിപ്പും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ട്, നല്ല ബ്ലാക്ക് പോലെ വന്നിട്ടുണ്ട്. അവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കും. പിന്നെ ഇതേ നമ്മൾ നോർമൽ കാജൽ, ഇത് രണ്ടും മാത്രമേ ഇപ്പം എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. മേക്കപ്പ് അല്ല, ജസ്റ്റ് നമ്മളെന്തോ പനി പിടിച്ചെടുക്കുന്ന പോലെ ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഇടുന്നതാണ്. നമുക്ക് 2:30 അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് കണ്ടിന്യൂ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് അവിടെ എത്തുന്നവരെ കണ്ടിന്യൂ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് വാഷ്റൂമിൽ പോകേണ്ടി വരും. അപ്പം ആ ടൈമിനെല്ലാം കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുള്ള. ഹസ്ബൻഡ് വയ്യാത്തതുകൊണ്ട് ഇപ്പോഴേ കിടക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഹസ്ബൻഡ് കൊണ്ട് പോയി വരുമ്പോഴത്തേക്ക് എന്താവും അതും അറിയില്ല കേട്ടോ. എല്ലാവരും വീഡിയോ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും, ഒന്നാമത് മടിയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തോ തുടക്കത്തിൽ അങ്ങ് എടുക്കുന്ന ആ ഒരു ആവേശം പിന്നെ അങ്ങോട്ട് കിട്ടലില്ല. ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ എൻ്റെ ഇത് ലിപ്സ്റ്റിക്ക്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഇത് 3 ഞാൻ സ്ഥിരമായിട്ട് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കല. കാരണം വെച്ചാൽ പുറത്ത് പോകുമ്പം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഇത് നമ്മളെ മറ്റേ ബോഡി ലോഷൻ പെർഫ്യൂമിൻ്റെ ക്രീം ഉണ്ടല്ലോ, അതാണ്. ലിപ്സ്റ്റിക്ക് ശരിക്കും ഇതാക്കിയിട്ടില്ല. ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ് എനിക്കിത്. ഇത്രയും ടൈം വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ അകത്ത് അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ റെമിസ്ക അതൊന്ന് ജസ്റ്റ്
പൊടി പിടിക്കുക പിന്നെ എന്താ വെള്ളം ഒഴിക്കുക എന്തൊക്കെയോ പരിപാടിയില്ല. അതുകൊണ്ട് കുറച്ച് സമയം കിട്ടി. കഴിഞ്ഞാ ഞാൻ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത. സോറി സാറല്ല. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലേ? ക്യാമറ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തോട്ടേക്ക് വെച്ചതാ. ഇല്ല, ഇതെൻ്റെ മെയിൻ സാധനം. പ്രേമിസ്കാക്ക് ഇപ്പോൾ എപ്പോഴും പണി കൊടുക്കുന്ന സാധനം. ഇതിൻ്റെ മേലയിലൊരു റബ്ബറിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞപ്പോൾ വെള്ളം ഇതിനകത്താവും. ഞാനപ്പോൾ പറഞ്ഞതാ എൻ്റെ മേക്കപ്പ്. അല്ല, എന്നാ ഗെറ്റ് റെഡി വിത്ത് മീ നമ്മൾ പൊതുവെ വീട്ടിൽ നിന്നാണല്ലോ എടുക്കുക. ഞാൻ ചെയ്യല് വണ്ടിയിൽ നിന്നാണല്ലോ. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. 1 വർഷം മുമ്പേ മീഷോന്ന് വാങ്ങിയതാ. പക്ഷെ ഞാൻ ഒരു സർക്കസുകാരുടെ ഡ്രസ്സ് പോലെ തോന്നിയിട്ട് ഇടലില്ലല്ലോ, ലെങ്ത്ത് കുറവായിട്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഇതേ പറ്റുന്നുള്ളൂ, എനിക്ക് അതിപ്പോൾ വേണ്ട. അസ്ബൂനൊന്നും പറയാനില്ല. അപ്പം നമ്മുടെ യാത്ര ഇത് നമ്മളിവിടെ നിന്ന് വിട്ട് ഇനി ഓമശ്ശേരി വരെ എത്തണം. ഓമശ്ശേരിയിൽ നമുക്ക് അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. നമുക്കൊരാവശ്യം വന്നപ്പോൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് അതിനുള്ള സൊല്യൂഷനെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാരെല്ലാം ഉണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവരെ മീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് അവിടെ എത്തുമ്പോഴത്തേക്ക് ടയേർഡാവും. പിന്നെ നിങ്ങളെ മൈക്ക് വെച്ചോട്ടോ. പിന്നെ അവിടെ എത്തുമ്പോൾ ആരും കാണേണ്ട മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ പിന്നെ ഹോസ്പിറ്റൽ ബാഗെല്ലാം അത്യാവശ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി എടുത്ത് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് കുറച്ച് ബേബി പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അത് ഞാൻ ഇന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. വരുന്ന വഴിക്ക് എവിടുന്നേലും അങ്ങനത്തെ സാധനങ്ങളല്ല. എന്താ വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഇത് വേണ്ടേ, ബേബി സോപ്പ്, പിന്നെ അതുപോലെ ചെറിയ വെളിച്ചെണ്ണ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചോദിക്കൂല. പിന്നെ ടൂത്ത് പേസ്റ്റ്, നമുക്ക് വേണ്ട ബ്രഷ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രം. ഫോണ് അവിടെ വെച്ചിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. വീഡിയോനകത്ത് അത് എഫക്റ്റീവ് ഒന്നും അറിയില്ലേ. അപ്പോൾ ഇൻഷാല്ലാ പറ്റുന്ന പോലെയല്ല ഓരോരോ പോർഷൻ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കും. പിന്നെ ഓവർ എഡിറ്റിംഗ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ വോയിസ് തന്നെ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എഡിറ്റിംഗ് വരുമ്പോൾ എനിക്ക് ഒന്നാമതിപ്പോൾ ഭയങ്കര മടിയാണ്. പിന്നെ റമീസ്ക്കൊക്കെ ടൈമും ഉണ്ടാവില്ല. കുറേ ആയി നമ്മൾ മര്യാദക്കൊരു വീഡിയോ ചെയ്തിട്ടും. അപ്പോൾ നമ്മളെ കാണാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതെന്നല്ലാന്ന് വിചാരിക്കുന്നത്. ഡെലിവറി ആവാനായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ടൈമുണ്ട്. പിന്നെ എൻ്റെ ഫിസിക്കൽ ഇഷ്യൂസ് കാരണം നേരത്തെ ആയാലേ ഉള്ളൂ. നിങ്ങൾ ഇത്ര സൈലൻ്റായി? ഞാൻ സൈലൻ്റായിട്ട് തന്നെയല്ല, ഞാൻ ലൊക്കേഷൻ മര്യാദയ്ക്ക് നോക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇനി അവിടെ എത്തുകയെന്നുള്ളത്. 2:30 അപ്പോയിൻമെൻറ്റ് പറഞ്ഞാണ്. ഇപ്പോൾ ടൈം എത്ര കാണിക്കുന്നത്? അങ്ങോട്ട് എത്തുന്ന ടൈം ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലാണ് 3 മണിക്കൂറും 16 മിനിറ്റും കറക്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് ഓമശ്ശേരിയിലോട്ടേക്കുള്ള ദൂരം കേട്ടോ ഇത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്താലും ശാന്തി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹസ്ബൂനെ ഡെലിവറി ചെയ്ത സമയത്ത് ഞാൻ പറയുമായിരുന്നു എൻ്റെ ഉമ്മാനോട്. ഉമ്മയാണ് അന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായേ. അപ്പോൾ ഉമ്മയുടെയും പറയണം ഇനി ഞാൻ ഡെലിവറി ഉണ്ടെങ്കിൽ അത് ശാന്തി തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടാണ് അവിടെ. ഡോക്ടർമാരായാലും അവിടെയുള്ള എല്ലാ സ്റ്റാഫ് ആണെങ്കിൽ ഞാനതെൻ്റെ ബാക്ക് സ്റ്റോറിയിലെങ്ങാനും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കും ഇത്രയും ദൂരം പോകണ്ടേ, യാത്ര ചെയ്യണ്ടേ എന്നെല്ലാം പറയുമ്പോൾ. നല്ല ലോങ് ആണ്. പക്ഷേ അപ്പം റമീസ് ഖാൻ്റെ ഉപ്പ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടേനെ, പിന്നെ കോഴിക്കോട് എത്തണ്ടേന്നിങ്ങനെ ഇതായിട്ടല്ല. അപ്പോൾ ഞാൻ ഉപ്പാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഉപ്പ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ കുറച്ച് ഓടിയാലും സാരമില്ല, അവിടെ തന്നെ പോയാൽ മതി എന്ന് പറയുന്നതിനു. എന്ന് വെച്ചാൽ ഒന്നാമത് ഡെലിവറിയാണ്, മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല. നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കണം. ലേബർ റൂമും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന നേഴ്സുമാരായാലും എല്ലാം
നമുക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക സുഖമായിട്ട് പ്രസവിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അവിടെ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നല്ലതാ, ഭയങ്കര അടിപൊളിയാ. ഹോസ്പിറ്റലിൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരട്ടെ. ഈ ഒരു 3 മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇപ്പം ഹസ്ബൻഡിന് 4 വയസ്സാവാനായി, ഏപ്രിലിൽ 4 വയസ്സാവും. അപ്പം അത്രയും മുമ്പേ ഞാൻ പോയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റാഫെല്ലാം അത് തന്നെയാണോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇത് കഴിഞ്ഞിട്ട് പറയാം ഇൻഷാല്ലാ. പിന്നെ വെച്ചാൽ ഇത് നമ്മൾ ബൈപ്പാസ് വഴിയല്ല പോകുന്നത്. ബൈപ്പാസ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ ബൈപ്പാസ് ഇല്ലേ, അതുവഴിയല്ല പോകുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. നമ്മൾ കട്ടർ കുലുങ്ങി പോകേണ്ട ആവശ്യമില്ല, വേഗം എത്തുകയും ചെയ്യും. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു വഴിയാണ് പോകുന്നത്. ലൊക്കേഷൻ ഏതോട്ടെ റെമിസ്ക്ക് നോക്കി വെച്ചതാന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാനങ്ങനെ ലൊക്കേഷൻ ഇട്ടിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ കൃത്യമായി ഓരോ വഴി ഇന്ന സ്ഥലം അങ്ങനെയൊന്നും ഞാൻ നോക്കില്ലല്ലോ. ലൊക്കേഷൻ അവിടെ കണക്ട് ചെയ്ത് വെക്കും, അത് പറയുന്ന രീതിക്ക് പോവും. തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കും. റെമിസ്ക്ക് വഴി നോക്കി വെക്കും. ഒരു പ്രാവശ്യം ലൊക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഉസ്താദിനോടാ. പിന്നെ ആച്ചിനെ ഹസ്ബൻഡ് സ്കൂളിൽ വിട്ടിട്ടില്ല. ആച്ചിക്ക് പ്രശ്നമൊന്നുമില്ല, ഹസ്ബൻഡ് സുഖമില്ലാത്തോണ്ട് വിടായിന്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇന്ന് മറ്റേ കാക്കിങ്ങാടൻ തിരിച്ചു വരുന്ന വരവില് കുറെ ചുമട്ടുകൾ കൈ നീട്ടി വണ്ടിയിൽ എന്നോട് പറഞ്ഞ് മറ്റേ സ്കൂളിൽ കൊണ്ടാക്കി വെച്ച്. ഞാൻ അങ്ങനെ കുറച്ചെണ്ണത്തിന്റെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ കുട്ടികളാ എന്നെ അറിയാച്ചപ്പോ എന്നെ അറിയാം, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. റമീസ് ഖാനെയും ഈ വണ്ടീനെ അത്യാവശ്യം മുഴക്കുന്നിലുള്ള കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ അറിയാം. ഇതിൻ്റെ മേലെ മറ്റേ ഒരു കാരിയർ ഉള്ളതുകൊണ്ട് കുട്ടികൾ ആമ്പിള്ളറായാലും ഇങ്ങനെ നോക്കും. അപ്പോൾ വണ്ടി പരിചിതമാണ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുക, ഒരു തലയെടുപ്പോടെ നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ലപോലെ അറിയാം. ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കിതക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വിശേഷങ്ങളെല്ലാം ഇന്നത്തെ ദിവസം എനിക്ക് എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെ വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇനി എന്ത് നടക്കുമെന്നൊക്കെ അറിയില്ല. അപ്പം ഇൻഷാല്ലാ ഞാൻ കൂടുതൽ ഇപ്പം പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, ഓരോന്ന് ഓർമ്മ വരുമ്പം പറയാട്ടോ. റമീസ്ക്ക് ഓറഞ്ച് വാങ്ങാൻ പോയിട്ടുണ്ട്. എൻ്റെ അസുബൂനും ആലിക്കും അല്ലേ? ഉമ്മാക്കോ? ആ ഉമ്മാക്ക് തരൂ. ഓക്കെ. അസ്ബു ആലി അടി കൂടിനാ? അങ്ങോട്ടേക്ക് ആലീനെ കാണിച്ചേ. അസ്ബു ആലി ഇവിടെ അടി ഉണ്ടാക്കണ്ട? എല്ലാവരോടും പറഞ്ഞു കൊടുക്കാലോ നമുക്ക്. അടി ഉണ്ടാക്കണ്ട. ആലിക്ക് ജസ്റ്റിസ് വേണം. ജസ്റ്റിസ് ഫോർ ആലിയ. എടുത്തരാ. എത്ര ഓറഞ്ചിന്? 1.5 കിലോ 100. എനിക്ക് ആ പള്ളീൻ്റെ അടുത്തൊന്ന് നിർത്തണേ. ഇതെടുത്തണ്ട്. നമ്മളെ മെരുവമ്പായി പള്ളി ഇപ്പുറത്തുണ്ടല്ലേ. എന്തോ ഒരു യാത്ര അത്ര വലിയ സുഖം തോന്നുന്നില്ല. ഒരു എല്ലാരും ചെയ്യുന്നില്ല. എല്ലാരും ചെയ്യുന്നില്ല. വാപ്പ മാത്രം. ഈ അസുബ് ഭയങ്കര നോട്ടിയാണ്. എന്ത് പറഞ്ഞാലും കൂട്ടാക്കൂല. എല്ലാവരോടും കുറ്റം പറയട്ടെ അസുബിന്റെ? ഗുഡ് ഗേളാ പറയണ? പറയണെങ്കിൽ മുച്ച് ഇപ്പം പറയൂ. നമ്മൾ എവിടെ പോകുന്നു അസുബു? എവിടെ പോകുന്നു? ബേബിനെ കാണിക്കാനാ? ഹോസ്പിറ്റലാ? എന്തിനാ? അസുബു ദേഷ്യാണ്. പിന്നെ നമ്മൾ സുന്നി വിശ്വാസികളെ സംബന്ധിച്ചിട്ട് വിശ്വാസമുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പം നമുക്ക് വിശ്വാസമുള്ള പള്ളി, നമുക്ക് പടുത്ത് മിരമ്പായി പള്ളി എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പറയും പഠിച്ചോനിക്കെതിരെ പൈസേൻ്റെ ആവശ്യമില്ല എന്നെല്ലാം പറയും. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ. ഇപ്പോൾ നമുക്ക് റമീസ്ക ഉണ്ടോല്ല എനിക്കറിയാം.
പിന്നെ അല്ല ഞാനൊരു ഞാൻ സുന്നിയാണ്. പിന്നെ ആരും ഇത് പറയുന്നില്ല കേട്ടോ. സുന്നിയും മുജാഹിദും തബ്ലീഗും എല്ലാം ഓക്കെയാണ്. ആരും ഒന്നും പറയുന്നില്ല. സുന്നി വിശ്വാസപ്രകാരം പിന്നെ എല്ലാവരും ഇങ്ങനെ ക്യാഷ് ഇടാറുണ്ട്. പക്ഷെ ഞാൻ ഇടാറില്ല കേട്ടോ. പഠിച്ചവൻ എന്തിനാ പൈസ? പക്ഷെ ഞാനതിന് ഓവർ പൈസ ഇടുക, കുറേ നേർച്ച ഇടുക, അങ്ങനത്തെ കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും എന്താ പറയുക, എൻ്റെ ഒരു വിശ്വാസത്തിന് പഠിച്ചവനോട് പറയുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ ഉപയോഗിക്കുമല്ലോ ആ പൈസ, അത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം ചിലപ്പോൾ എത്തിയും കുട്ടികളെ കല്യാണത്തിനായിരിക്കുക, അല്ലെങ്കിൽ പള്ളീൻ്റെ എന്തെങ്കിലും ആവശ്യം അങ്ങനെ എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയെല്ലാം പഠിച്ചവനെടുത്ത്. അപ്പോൾ എനിക്ക് യാത്ര ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് റിസ്കോട് പറഞ്ഞത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇപ്പുറത്ത് എത്തിയപ്പോഴേ ഞാൻ പറഞ്ഞേ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിർത്തണേ. പിന്നെ നമുക്ക് ഓർമ്മ വന്ന് ഈ ഇതിലൂടെ വരുമ്പോൾ ഈ പള്ളിയാണല്ലോ അടുത്തുള്ളതെന്ന്. വിമർശിക്കാൻ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഇതാക്കില്ല ക്യാഷ് കാര്യങ്ങളായിട്ട്. പക്ഷെ ഞാനല്ല എൻ്റെ ചെറുതിൽ എൻ്റെ ഉമ്മയിൽ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും അതേപോലെ ഇതുണ്ടായിരുന്നു. ഞാൻ പണ്ടൊക്കെ നേർച്ചക്കും കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നേർച്ചക്കൊന്നും ഞാൻ പോകാറില്ല. പഠിച്ചോണ്ടുള്ള വിശ്വാസമുണ്ട്, അതെപ്പോഴും അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പോകാറില്ല. അതേപോലെ തന്നെ നേർച്ച പൈസ ഇടാറുമില്ല. അതിപ്പം ഞാൻ ഈ പറയുന്നതിൽ ഒരുപാട് ആൾക്കാർ വിമർശിക്കാനും ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവും അല്ലേ. ഞാനതിന് റമീസ് ഖാൻ്റെ ആ ഒരു തീരുമാനത്തിനെ ഞാൻ എതിർക്കുന്നുമില്ല. എൻ്റെ തീരുമാനത്തിന് റമീസ്ക്ക് എതിർക്കുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം അങ്ക് ഇടണം എന്ന് പറഞ്ഞ് മൂപ്പര ഇറങ്ങിയിട്ട് വിശ്വാസപ്രകാരം തന്നെയാണ് ഇട്ടത്. പക്ഷെ ഞാൻ അവിശ്വാസത്തിലൊന്നല്ല ഇട്ടത്. പക്ഷെ ഞാൻ ചെയ്യലില്ല. റമീസ്ക്കായിട്ട് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യലില്ല എന്ന് മാത്രം. അപ്പോൾ വീഡിയോ കാണുന്നവരോട് പിന്നെ പ്രത്യേകം പറയാനുള്ള എൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവായിട്ട് നല്ല രീതിക്ക് ബേബി നമ്മളെ കൈമ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, പ്രാർത്ഥിക്കണം. ചായ കുടിക്കാൻ സമയത്ര എൻ്റെ വാച്ച് അനങ്ങുന്നില്ല കേട്ടോ, വെറുതെ ഷോന്ന് കിട്ടിയതാ. പിന്നെ 1:30 എങ്ങനാ 12:30. പക്ഷെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. പിന്നെ ആച്ചി വോമിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സൈഡായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അറിയില്ല. ആച്ചിക്ക് അങ്ങനെ പ്രശ്നമുള്ള ആളൊന്നുമല്ല. അത് പിന്നെ ഇപ്പൊ കുറച്ച് സൈഡ് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേടാ. എനിക്ക് ക്യാമറേന്റെ മുന്നിൽ സമ്മതി. താടിയും മുടി എടുക്കാൻ പിന്നെ ഒരു കോലമില്ല. നിരാശാകാമുകൻ ലുക്ക് ഉണ്ടല്ലേ. മുടി വളർത്തണം എന്നുള്ള തീരുമാനം കൊണ്ടാ. ഓക്കെ, ഡയറ്റിലാന്ന്, അതുകൊണ്ട് ഫുള്ളി ഡയറ്റാണ്. ആരോ ചോദിച്ചു എന്തിനാ വയറിങ്ങനെ തടവി കാണിക്കുന്നത്. പിന്നെ എൻ്റെ വയറല്ലാണ്ട് മറ്റുള്ളവർ വയറൊക്കെ തടവാൻ പറ്റുമോ? അപ്പോൾ കഴിക്കാല്ലേ. എന്തോ കുറേ സ്നാക്സ് കാണുന്നുണ്ട്. നല്ല മൊരിഞ്ഞ പരിപ്പുവട, പിന്നെ ഉണ്ടക്കായി ഞങ്ങൾക്ക് ഇത്രയും മൊരിയാണ് കേട്ടോ, എന്നാലും എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ആച്ചീൻ്റെ ഫേവറേറ്റ് കോഴിക്കാൽ. ഈ കോഴിക്കാലിന് എങ്ങനെ പേര് വന്നതെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോ. ശരിക്കും എങ്ങനെ അങ്ങനെ പേര് വന്നേ? ഷേപ്പിൽ അങ്ങനെ കോഴിക്കാൽ പോലെ ഇല്ല. അങ്ങനെയാ? ശരിയാ, ആ ഷേപ്പിൽ ഇടുന്നോണ്ടായിരിക്കും അല്ലേ. എനിക്കല്ല വോമിറ്റിംഗ് ഉള്ള. കട്ടൻ ചായ കുടിച്ചാലാ? അങ്ങനെ നമ്മളെല്ലാം മാറ്റല്. ചിരിക്കപ്പാ. ഓ കുടിച്ചാ? നല്ല ഉണ്ടല്ലോ. അത്ഭുത എടുത്തോ. അടിപൊളി പരിപാടിയാണ്. ഇവിടെ കടികൾ മാത്രമേ ഉള്ളൂ, ചെറുകടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ ഒരു കട കാണുന്നുണ്ട്. ശ്രീമുത്തപ്പന്റെ നിറചൈതന്യത്താൽ സമ്പന്നമായ പുല്ലൂക്കര കല്ലറ ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം. അപ്പൊ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി ഇപ്പൊ വണ്ടിയിലോട്ട് കയറി. അപ്പൊ സത്യത്തിൽ ചോറ് കഴിക്കേണ്ട സമയം 1 മണിയായി, 12:52. പിന്നെ 2:30 വരെ ഡോക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പൊ 3 മണിയാണ് നമ്മളെ എത്തുന്ന സമയം കാണിക്കുന്നത്.
ടൈം അങ്ങനെ കാണിക്കുന്നത് ഇല്ല, അതിന് മുന്നേ എത്തും. നല്ല റോഡാണെങ്കിൽ അതിന് മുന്നേ എത്തും. ഇതിപ്പം കുറച്ചൊരു ട്രാഫിക് കാണുന്നുണ്ട്. പുറകിൽ സഹോദര സ്നേഹം എന്തേ ജലദോഷല്ലേ. പിന്നെ നല്ല സ്നാക്സ് ചെയ്യുന്നു കേട്ടോ, നല്ല സ്നാക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ചെറിയ പൈസ, ചെറിയ പൈസ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ചെറിയ പൈസ. നാട്ടിലൊക്കെ സാധാരണ ഒരു കടിക്കൊക്കെ 12 രൂപയല്ലേ വരുന്നത്, ഇവിടെ 10. അത് അപ്പുറം ഇപ്പുറം ഷോപ്പുണ്ട്. ഇത് 10 രൂപ. ഏതെടുത്താലും 10. അത് അടിപൊളി, കോഴിക്കാലിന്റെ അടിപൊളി കേട്ടോ. ഞാൻ ഇന്നലെ രാത്രിക്ക് ഉറങ്ങിയിട്ടേ ഇല്ല. എന്നുവെച്ചാൽ വിശന്നിട്ട് റമിസ്ഖാനെ ശല്യപ്പെടുത്താണ്ട് പോയിട്ട് ഒരു 11 മണിക്കെങ്ങാനും ഞാനൊരു നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കിടന്നപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഒരു അസിഡിറ്റി പോലെ. ആ സമയത്ത് ഒന്നാമത് ഫുഡ് കഴിക്കാൻ പാടില്ല, പിന്നെ അത് നൂഡിൽസും കൂടി ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു ഒട്ടും കുറങ്ങാനേ പറ്റുന്നുണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിരിക്കൽ. പിന്നെ അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് സമയമായല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. അപ്പം അതും അങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാനൊരു 3:45 ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടെങ്കിലും കിടന്നു നോക്കിയത്. പിന്നെ ഇപ്പോൾ ഉറങ്ങിയെന്നൊക്കെ അറിയില്ലേ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നോണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടില്ല എന്നുള്ളൂ. റമീസ്ക ജിമ്മിൽ പോകുന്ന സമയമായപ്പോൾ പിന്നെ ഉറക്കം എളിഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുന്നേറ്റിട്ടില്ല. ആച്ചി മദ്രസ വിട്ട് വന്ന് അപ്പം തന്നെ ആച്ചിനോട് റെഡി ആയിക്കോ, ഹസ്ബൂനെ റെഡി ആക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ റെഡിയായി ഇറങ്ങിയതാ. അയ്യോ വെള്ളം. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം ഇപ്പം എനിക്കുണ്ട്. ഇതാണ് ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. വണ്ടി കഴുകിയിട്ട് ഇറങ്ങിയോണ്ട് ഇവിടെ എന്തോ പൈപ്പ് ബ്ലോക്ക്. മാക്സിമം സ്പീഡ് പോകാൻ വേണ്ടി നോക്കട്ടെ. നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കാണിച്ചു തരാം. 2:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡോക്ടർ ഉണ്ടാവലുണ്ട് പൊതുവേ. പിന്നെ നമ്മളെ കഷ്ടകാലത്തിന് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം ഇത്രയും ദൂരം പോകുന്നതാണ്, ഈ ഒരു സമയമാണ്, ഇടക്കിടക്ക് പോകാനും പറ്റില്ലല്ലോ. ഇത് നല്ല ലോങ് വരുന്നുണ്ട്, 100 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം അല്ലേ, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതും കാണാം. അങ്ങനെ ഫൈനലി ഓടിപ്പിടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞതിനേക്കാൾ ഒരു 10 മിനിറ്റ് ലേറ്റാണ്, എന്നാലും കുഴപ്പമില്ല, എത്തി. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ ഇങ്ങനെ മെല്ലനെ മെല്ലനെ വരുന്നോണ്ടാണ് വേഗം ഇറങ്ങാന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷെ വേഗമൊന്നുമല്ല അല്ലേ നമ്മൾ ഇറങ്ങിയത്, കറക്റ്റ് സമയത്താ. ഹോസ്പിറ്റൽ കാണണ്ടേ, ഇതാന്ന് ശാന്തി ഹോസ്പിറ്റൽ. ഞാനിവിടെ ഇറങ്ങും, റമീസ്ക വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും. അതെ, നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടോ, ഞാനിവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കാം. വണ്ടിയിലിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ എത്തി. ഞാൻ മാസ്ക് ഇട്ടുകൊണ്ട് വർത്താനം ക്ലിയർ ആവുമെന്നൊന്നും ഉറപ്പില്ലേ. പിന്നെ നല്ല തിരക്കാണ്. നമ്മളോട് 2:30 എത്താൻ പറഞ്ഞേ, ടോക്കൺ 54, ഇവിടെ 42 കയറിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ 2:30 എത്തിയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പിന്നെ കാർഡ് എടുക്കാൻ മറന്നുപോയി. അതിനെ കുഴപ്പമില്ല, മൊബൈൽ നമ്പർ പറഞ്ഞപ്പോൾ അത് കിട്ടിയിട്ടാ. നമ്പർ കിട്ടി. ഇനി ബുക്ക് ചെയ്യുന്ന സമയത്ത് കാർഡ് നമ്പർ കൊടുക്കണേന്ന് പറഞ്ഞു, വീട്ടിൽ നിന്ന് വിളിച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ അടുത്ത ഇതെങ്ങനെയാണ്, ഇപ്പോൾ കുറച്ച് സമയം കൂടി ഡോക്ടർ വിളിക്കുമ്പോൾ അല്ല ടോക്കൺ വിളിക്കുമ്പോൾ അങ്ങ് കയറി പോകണം അല്ലേ. വിശക്കുന്നുണ്ട് എനിക്ക്. ഞാൻ അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതാണ് ഞാൻ ചേർത്ത് വെച്ചോട്ടാ. എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിത്തിരിച്ചല്ലോ. ഹസ്ബു കയ്യിലും വരച്ച്, വാവ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. നീ എങ്ങനെ പഠിച്ചു അമ്മാനെ വരയ്ക്കാൻ?
വായും വരക്കാൻ പറഞ്ഞു പോയാ വായെല്ലാം വരച്ചിട്ടുണ്ട്. കാലെടുത്തു പർദ്ദ ഇട്ടതാ. ഓ നല്ല തിരക്കാണ്. ഇത് കഴിഞ്ഞിട്ട് എപ്പോൾ പോകാനാണോ എന്തോ. എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ഉടായ്പ കൊണ്ട്. നോക്കട്ടെ. അതെങ്കിലും അതെ ഒന്ന് മതിയേട്ടാ. എടാ ഇതിന് എത്രയാടാ? 10. ഒരു 2 കൂടെ തന്നെ. ആവൂല അസ്ബു. ഒരാൾക്ക് ഒന്നേ മേടിച്ചു, 2 ആൾക്കൊന്നും മേടിച്ചു തരാൻ കഴിയില്ല. ഇതെന്താ ഇത്? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. നടക്ക്. എടുത്തേക്കാന്ന് ഏതാ കൊണ്ടിരിക്കേ? ഏത്? എടാ അതിലൊരു പിങ്ക് ബാർബീൻ്റെ ഒരു ഫോൺ വരുവാടാ. ആരാ വിളിക്കുന്ന ഹസ്ബു? ആരാ വിളിക്കുന്നേ? ചങ്ങാൻ്റെ പേരെന്നാ? ഏത് ചങ്ങായിയാ പറ? മേസയാ എന്നാ പറയുന്നേ? എൻ്റെ മിസ്സിനോട് വിളിച്ചിട്ട് പറ, പനി ആയതുകൊണ്ട് വരാത്തേ പറ. മേടിച്ചു കൊടുക്കാണ്ടിരിക്കാനും കഴിയില്ല. വിളിക്കുന്നുണ്ടാ? എന്നാ പറ മിസ്സിനോട് പറ. എന്നാ നീ പറഞ്ഞോ. ഉമ്മ എടുത്തോ, ഉമ്മച്ചി എടുത്തു. അത് നീ ഇപ്പൊ എവിടെയാ പറഞ്ഞേ? നീ ഇപ്പൊ എവിടെയാ വന്നിട്ടുള്ളത്? ഇത് ആരെല്ലാം മേടിച്ചതാ? നീ ഇപ്പൊ എവിടെയാ വന്നിട്ടുള്ളത്? എന്തിന്? അപ്പൊ ഉമ്മച്ചിയോ? എന്ത്? അപ്പൊ ഉമ്മച്ചിന് കൂട്ടാണ്ട നീ ഇതാക്കാൻ വന്ന ദാസുപോലെ അച്ചി ഉമ്മച്ചിനെ കൂട്ടാണ്ട് നീ ചായ പിടിക്കാൻ വന്നു. ഉമ്മച്ചിക്ക് വിശക്കെന്ന് പറഞ്ഞിട്ട് അസുഖോ? അപ്പോൾ നമ്മളൊരു ചായയെല്ലാം കുടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങി. സീനൊന്ന് ലേബർ റൂമിൽ കയറി. ലേബർ റൂമിൽ ഇത്തിരി ട്രാവൽ ചെയ്ത് വന്നിട്ട് പിന്നെ ആ ഒരു ക്ഷീണം കൊണ്ട് അങ്ങോട്ട് കയറ്റിയതാണ്, അല്ലാതെ പ്രസവിക്കാനല്ല. പിന്നെ ആ ഗ്യാപ്പിൽ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ചായ കുടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ രണ്ടാമത് അങ്ങോട്ടേക്ക് പോകും. പറ. തോലുമിഠായി ആരാ മേടിച്ചെന്നേ? എനിക്കേ മേടിച്ചു തന്നിട്ടുള്ളൂ. ആര്യക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണിച്ചു കൊടുക്കണായിരുന്നു. അതാ അതിൻ്റെ കൈമിൽ കാണിച്ചു കൊടുത്ത്. അപ്പം നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് അതിനിടയ്ക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കൊടുവള്ളിക്കാരി. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളിപ്പം ഇനിയിപ്പം പഴയ സ്ഥലത്തോട്ട് ആശാ ഡോക്ടറെ ഒപ്പിയിലോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടുത്തെ വിശേഷം കാണാം.
അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഇവിടെ കുറച്ച് സമയം ലേബർ റൂമിൽ കിടന്നെയാണ്. ആ ലേബർ റൂമിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങി ഡോക്ടറെയും കണ്ടു. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ ഓക്കെയാണ്. പക്ഷേ 2 വീക്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ 3rd ട്രിമിസ്റ്റർ ആയതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞോ എന്നുള്ള ഡൗട്ടേനു. പിന്നെ ഇപ്പോൾ 7 മണിയായി, നമ്മൾ 3 മണിക്ക് അവിടെ കയറിയതാണ്. 3 മണി ആവുന്നതിന് മുമ്പേ കയറിയതാണ് ഹോസ്പിറ്റലിൽ. വീഡിയോ ഷെയ്ക്കിങ് വരുന്നുണ്ട്, എൻ്റെ കൈ പിടിക്കുന്നതിൻ്റെ ആയിട്ട് ക്ഷമിക്കണേ. പിന്നെ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോയിലെല്ലാമായിട്ട് പറയാം. പിന്നെ നിലവിൽ ഇതൊരു കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നാട്ടിലോട്ടേക്ക് തിരിച്ചു പോകാം. ഡോക്ടർ ഒന്ന് PV എല്ലാം ചെക്ക് ചെയ്ത് അഥവാ എന്തെങ്കിലും ഓപ്പണിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ആക്കാമെന്നെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നത്. ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, മാക്സിമം ശ്രമിക്കാം. ഈ ഒന്നാമത് എഡിറ്റിങ്ങിനോടുള്ള മടി കൊണ്ടാന്ന് ചെയ്യാത്തത്. അതിപ്പോൾ കോലും ഉണ്ടായി എന്നിട്ട് അതുപോലെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചായ കുടിച്ചപ്പോൾ അവിടെ കണ്ട സാധനം ഇത് ഹണി കേക്ക്. ചോദിക്കുമ്പോഴത്തേനും അവരെടുത്ത് തന്ന്. ഹണി കേക്ക് ഉണ്ടോന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റ് അത്. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ റോൾ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കില്ലേനു. ഇപ്പൊ ചായൻ്റെ കൂടെ ചിക്കൻ റോൾ കഴിച്ചപ്പോൾ ഓക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അതൊന്നും കൂടി പാർസൽ വാങ്ങി 2 കടല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം ഇന്നത്തെ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഇറങ്ങിയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് നിന്നതേനു. നോക്കുമ്പോൾ ഇറങ്ങാൻ ലേറ്റായി. ഒന്നും നടന്നിട്ടില്ല. ഒന്ന് ഇവിടെ എത്താനുള്ള തിരക്കൊണ്ടും വഴിയിലെ ബ്ലോക്കും കാര്യങ്ങളെല്ലാം. രാവിലെ ഞാൻ പറഞ്ഞില്ല, പിന്നെ എനിക്ക് ഇന്നലത്തെ അസിഡിറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അധികം ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ആ നേരത്തെ കുടിച്ച ചായയും ഇതും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് ഞാൻ എന്ത് വെയിറ്റ് അല്ലേ വെക്കുന്നത്. ഡോക്ടർക്ക് തന്നെ അത്ഭുതം ഞാൻ എൻ്റെ വെയിറ്റ് കണ്ടിട്ട്. ഞാൻ ഡോക്ടറോട് എന്നിട്ട് കാര്യം പറഞ്ഞേ. പക്ഷെ എന്നിട്ട് എന്നോട് ഫുഡ് കൺട്രോൾ ചെയ്യല് എന്നാ പറഞ്ഞത്. പയറും അങ്ങനെ കടല അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാനാ പറഞ്ഞത്. കുട്ടിക്കും കൂടെ പ്രോട്ടീനും കാര്യങ്ങളെല്ലാം കിട്ടണമല്ലോ. അപ്പോൾ 2 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും വരണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്ര മതിയല്ലേ, അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിപ്പം ലൈറ്റ് നല്ലോണം പോകുന്നതിന് മുമ്പ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അല്ലേ. അതുവരേക്കും ബൈ.